ക്ലിനിക്കിൽ വരുന്ന പലപ്പോഴും അലർജി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ നേസൽ പോളിപ്പ് ഉള്ള ആൾക്കാർ അങ്ങനെ പറയാം. കാരണം അവർ വരുന്നതും സാർ എനിക്ക് മൂക്കിൽ ദശ ഉണ്ട് അല്ലെങ്കിൽ നേസൽ പോളിപ്പ് ഉണ്ട്, ഇതാ റിപ്പോർട്ട് സാർ ഇതൊന്ന് നോക്കൂ, ഇത് എങ്ങനെയെങ്കിലും മാറുമോ, ഇനി ഹോമിയോപ്പതിയിൽ മാറില്ല എന്നുണ്ടെങ്കിൽ ഇതിന് എന്താണ് ചെയ്യേണ്ടത്, സർജറി കഴിഞ്ഞാൽ ഇത് വീണ്ടും വരും, ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പോൾ ഇത് നെയ്സൽ പോളിപ്പ് എന്ന് പറഞ്ഞാൽ വരിക, അല്ലാതെ അലർജി എന്ന് പറഞ്ഞിട്ടേ അല്ല ഈ വരുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ അലർജിക് റൈനൈറ്റിസ് ഉള്ളത് കൊണ്ടാണ് നെയ്സൽ പോളിപ്പ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അലർജിക് റൈനൈറ്റിസിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പോകണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി. ഇനി ചിലർ ഓൾറെഡി നെയ്സൽ പോളിപ്പ് സർജറി ചെയ്ത് കഴിഞ്ഞിട്ടാണ് വീണ്ടും വരുന്നുണ്ട് എന്നിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുടെ തെറ്റെന്താണെന്ന് വെച്ചാൽ നിങ്ങളത് റിമൂവ് ചെയ്തത് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അലർജി നിങ്ങൾ കൺട്രോളിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ നെയ്സൽ പോളിപ്പ് വീണ്ടും നിങ്ങൾക്ക് ഉണ്ടാവുകയും അത് ചിലപ്പോൾ പഴയതിനേക്കാൾ വലുതായിട്ടാവും നിങ്ങൾക്ക് ഉണ്ടാവാം, ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ നെയ്സൽ പോളിപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒപ്പം അലർജീൻ്റെ ട്രീറ്റ്മെൻറ്റും കറക്റ്റായിട്ട് പോകണം. ബ്ലഡിൽ IgE ലെവലും ആബ്സലൂട്ട് ഈസിനോഫിൽ കൗണ്ടും എല്ലാം കൃത്യമായി നോക്കി അത് മെഡിസിൻ എടുത്ത് അത് കുറയുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തി ഇത് കുറഞ്ഞുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ എല്ലാ പ്രശ്നങ്ങളും വീണ്ടും വീണ്ടും വന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും.